എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സ്പാഗറ്റി അല്ലാന്നുണ്ടെങ്കിൽ പാസ്ത അല്ലെങ്കിൽ എഗ് നൂഡിൽസ് ഇതിലേത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു ഫ്രൈ പാൻ ഒന്ന് ചൂടാവുന്നപ്പോഴത്തേക്ക് അതിലേക്ക് 2 ടീസ്പൂൺ ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. ഒലിവ് ഓയിലിൽ ചെയ്യുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടർ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ 3 അല്ലി വെളുത്തുള്ളി വളരെ പൊടിയായിട്ട് അരിഞ്ഞതാണ് അതുകൂടി ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ് ചേർക്കുന്നത്. സവാളയോടൊപ്പം തന്നെ നമുക്ക് പച്ചക്കറികളും ചേർക്കാം. നമ്മളിവിടെ എടുക്കുന്നത് ഒരു ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തതാണ്. ക്യാരറ്റിന് പകരം നിങ്ങൾക്ക് ക്യാപ്സിക്കം ഒക്കെ എടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാടങ്ങ് ബ്രൗൺ ഒന്നും ആവണ്ട. ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചിക്കനാണ്. ചിക്കന് പകരം നിങ്ങൾക്ക് ബീഫും എടുക്കാവുന്നതാണ്. മിൻസ്ഡ് ചിക്കൻ അല്ലാന്നുണ്ടെങ്കിൽ മിൻസ്ഡ് ബീഫ് എടുക്കാം. മിൻസ്ഡ് ചിക്കൻ എന്ന് പറഞ്ഞാൽ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഒന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നന്നായിട്ട് ചേർത്ത് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ചിക്കൻ ഒരു പകുതി വേവ് പായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 വലിയ തക്കാളി നല്ല ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് തൊലി കളഞ്ഞിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് റെഡിമെയ്ഡായിട്ടുള്ള പാസ്ത സോസ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. റെഡിമെയ്ഡായിട്ട് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് അതിൽ നിന്ന് 2-3 ടേബിൾ സ്പൂൺ എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് തിള വന്നു കഴിഞ്ഞാൽ നമ്മളിതിലേക്കൊരു 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർക്കുന്നുണ്ട്. കെച്ചപ്പ് ഓപ്ഷണലാണ്, ഇത് വേണമെന്നില്ല. നല്ലൊരു കളറും ഒരു പുളിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് കെച്ചപ്പ് ചേർക്കുന്നത്. ഇതിലേക്ക് നമ്മൾ കുറച്ച് പാപ്രിക്ക ചേർക്കുന്നുണ്ട്. പാപ്രിക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാപ്സിക്കം, അതായത് ചുവന്ന ക്യാപ്സിക്കം ഉണക്കി പൊടിച്ചാണ്. അതുണ്ടെങ്കിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ സോയാ സോസാണ് ചേർക്കുന്നത്. പാപ്രിക്കയ്ക്ക് പകരം നിങ്ങൾക്ക് ഒരു നുള്ളു മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. എരിവ് ഒരുപാട് കൂടരുത്. ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഒറിഗാനോ, അതൊരു ഇറ്റാലിയൻ ഹെർബാണ്, അപ്പോൾ അത് പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളു കുരുമുളക് പൊടി. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഈ സോസിൽ കിടന്നിട്ട് ചെറു തീയിലിട്ട് ഒരു 15 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഇനി ഒരു പീസ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് ക്രീമും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ക്രീമും കൂടി ചേർക്കാം. ക്രീമിന് പകരം പാലും എടുക്കാവുന്നതാണ്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്, അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് പാസ്ത തിളപ്പിച്ചെടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സ്പാഗറ്റിയാണ്. ഇത് ഫ്രഷ് ആയിട്ടുള്ള സ്പാഗറ്റിയാണ്. ഇതിന് അധികം ഷെൽ ലൈഫ് ഇല്ല. നമ്മൾ വാങ്ങിച്ച് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ യൂസ് ചെയ്യണം. പക്ഷെ നല്ലൊരു ടേസ്റ്റാണ് ഫ്രഷ് ആയിട്ടുള്ള സ്പാഗറ്റി വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇനി പാക്കറ്റിൽ കിട്ടുന്ന ഡ്രൈഡ് ആയിട്ടുള്ളതും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഹോൾ വീറ്റിൻ്റെ ഉണ്ട്, പല ടൈപ്പിൽ മാർക്കറ്റിൽ കിട്ടും. ഇപ്പോൾ നമ്മൾ ഈ ഫ്രഷ് ആയിട്ടുള്ള സ്പാഗറ്റിക്ക് പകരം നിങ്ങൾക്ക് എഗ് നൂഡിൽസും എടുക്കാവുന്നതാണ്. ഇനി സ്പാഗറ്റിയും പാസ്തയും കയ്യിലില്ലാത്തവർ ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടെ ചേർത്തിട്ട് 3 മിനിറ്റാണ് ഇത് കുക്കിംഗ് ടൈം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പാസ്ത അതുപോലെ സ്പാഗറ്റിയൊക്കെ കുക്ക് ചെയ്യുമ്പം ആ പാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടാവും എത്ര സമയം ഇത് കുക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇത് 3 മിനിറ്റാണ് വേണ്ടത്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ് ഇത് കുക്കായി കിട്ടുമ്പോൾ. ഇപ്പം നമ്മളത് അരിച്ച് ഒരു അരിപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മളൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും കുറച്ച് പാസ്ത എടുത്ത് പ്ലേറ്റിൽ വെക്കുക. പാസ്തയുടെ മുകളിലായിട്ടാണ് നമ്മൾ മീറ്റ് സോസ് സാധാരണ ഇവിടെ വിളമ്പാറുള്ളത്. അപ്പോൾ ഇത് ഇവിടുത്തെയൊക്കെ കിഡ്സിൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇവിടുത്തെയൊക്കെ പ്രീ സ്കൂളിലും ഒക്കെ മിക്കവാറും സെർവ് ചെയ്യുന്ന ഒരു ലഞ്ച് മെനു ആണിത്. അപ്പോൾ ഇതിന് മുകളിലായിട്ട് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ചീസും കൂടെ ഗ്രേറ്റ് ചെയ്ത് നമ്മൾ ഇട്ടാൽ നല്ല ഒരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ബേസിൽ ലീവ്സും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കിഡ്സിന് ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് നോക്കണം, വളരെ അധികം ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്